ഹലോ എവരിവൺ, ടെക്ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയൽമി 6 സീരീസ് ലോഞ്ച് ചെയ്തു. റിയൽമി 6 പ്രോ എന്നീ രണ്ട് മോഡലുകളിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പുതിയ മോഡലുകളുടെ വിശേഷങ്ങളെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പ്രോ ക്യാമറ, പ്രോ ഡിസ്പ്ലേ, പ്രോ ചാർജിങ്, ഇത് മൂന്നുമായിരുന്നു റിയൽമി 6 സീരീസിൻ്റെ ലോഞ്ച് ഇവൻറ്റിൽ ഏറ്റവും കൂടുതൽ കേട്ട കാര്യം. റിയൽമി 6ൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുമ്പോൾ 90 ഹെർട്സ് അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ സെൽഫി എന്നവർ വിളിക്കുന്ന ഹോൾ പഞ്ച് സെൽഫി ക്യാമറയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണ ടിയർ ഡ്രോപ്പ് നോച്ച് ഇല്ല. 4300 mAh ബാറ്ററി ചാർജ് ചെയ്യുന്നത് 30 വാട്ട് ഫ്ലാഷ് ചാർജ് ഉപയോഗിച്ചാണ്. 60 മിനിറ്റ്സ് കൊണ്ട് 0 നിന്ന് 100% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് റിയൽമി അവകാശപ്പെടുന്നു. 64 മെഗാ പിക്സൽ AI ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ബാക്കിലുള്ളതെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ആണ് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ. സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. 0.29 സെക്കൻഡ്സ് കൊണ്ട് അൺലോക്ക് ചെയ്യാൻ സാധിക്കും എന്ന് റിയൽമി അവകാശപ്പെടുന്നു. റിയൽമി 6നകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ ഹീലിയോ G90T ആണ്. മാക്സിമം സ്റ്റോറേജ് വരുന്നത് 8GB 128GB വേരിയൻ്റ് ആണ്. റിയൽമി 6ഉം 6 പ്രോയും ആൻഡ്രോയിഡ് 10ലാണ് വരുന്നത്. ഓൺ ടോപ്പ് റിയൽമി UI. രണ്ട് കളറുകളിലാണ് റിയൽമി 6 ലഭിക്കുന്നത്, കോമറ്റ് ബ്ലൂവും കോമറ്റ് വൈറ്റും. 2.05 GHz ഒക്ടാകോർ മീഡിയാടെക് ഹീലിയോ G90T പ്രോസസ്സറാണ് റിയൽമി 6ന് കരുത്ത് പകരുന്നത്. അതിനോടൊപ്പം ARM G76ൻ്റെ GPU. 3 വേരിയൻറ്റുകളിലാണ് റിയൽമി 6 പുറത്തു വരുന്നത്. 4GB 64GB, 6GB 128GB, 8GB 128GB. 6.5 ഇഞ്ച് വലുപ്പമുള്ള ഫുൾ HD ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് റിയൽമി 6 ഉപയോഗിച്ചിരിക്കുന്നത്. റീഫ്രഷ് റേറ്റ് 90 ഹെർട്സ്. 64 മെഗാ പിക്സൽ AI ക്വാഡ് ക്യാമറ സെറ്റപ്പിനകത്ത് പ്രൈമറി സെൻസർ 64 മെഗാ പിക്സൽ, 8 മെഗാ പിക്സലിൻ്റെ ഒരു 119 ഡിഗ്രി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസ്, ദെൻ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്. വീഡിയോ റെക്കോർഡിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ UIS വീഡിയോ സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് റിയൽമി 6നകത്ത്. 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ 4K വീഡിയോസും, 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലും 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലും 1080p വീഡിയോസും, 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലും 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലും 720p വീഡിയോസും ഷൂട്ട് ചെയ്യാൻ പ്രൈമറി ക്യാമറ സെറ്റപ്പിന് സാധിക്കും. ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറ 60 മെഗാ പിക്സലിൻ്റേതാണ്. വീഡിയോ റെക്കോർഡിംഗ് ക്യാപ്പബിലിറ്റീസ് വരുന്നത് 1080p വീഡിയോസ് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലും 720p വീഡിയോസ് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലും ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. റിയൽമി 6 പ്രോയിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 720G എന്ന ഗെയിമിംഗ് പ്രോസസ്സറാണ് റിയൽമി 6 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 8 നാനോമീറ്റർ ഒക്ടാകോർ പ്രോസസ്സറാണ്. 4300 mAh ബാറ്ററിക്ക് കരുത്ത് പകരുന്നത് 30 വാട്ട് ഫ്ലാഷ് ചാർജാണ്. 90 ഹെർട്സ് അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ, 6.6 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. ഡ്യുവൽ ഇൻ ഡിസ്പ്ലേ സെൽഫി എന്നവർ വിളിക്കുന്ന ഡ്യുവൽ പഞ്ച് ഹോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സെൽഫി ക്യാമറകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 64 മെഗാ പിക്സൽ AI ക്വാഡ് ക്യാമറ സെറ്റപ്പിനകത്ത് 6ൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു 20x സൂമിംഗ് ക്യാപ്പബിലിറ്റി തരുന്ന 12 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് കൂടി റിയൽമി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 കളർ വേരിയൻറ്റുകളാണ് റിയൽമി 6 പ്രോയ്ക്കുള്ളത്, ലൈറ്റ്നിങ് ബ്ലൂ പിന്നെ ലൈറ്റ്നിങ് ഓറഞ്ച്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുമ്പോൾ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G എന്ന 8 നാനോമീറ്റർ ഗെയിമിംഗ് പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2.3 GHz പ്രോസസ്സറിന് 8 കോറുകളാണുള്ളത്. 8 നാനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെ സൈസാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സറിൻ്റെ സൈസ് കുറയും തോറും അതിൻ്റെ പവർ കൺസംഷനും കുറയും, അതായത് കുറച്ചുകൂടി ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും 6 പ്രോ. GPU വരുന്നത് Adreno 618 ആണ്. സ്റ്റോറേജ് വരുന്നത് 8GB 128GB ആണ് ഏറ്റവും കൂടിയ മോഡല്. ദെൻ 6GB 128GB, പിന്നെ 6GB 64GB. 90 ഹെർട്സ് അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ തന്നെയാണ് 6 പ്രോയിലും ഉപയോഗിച്ചിരിക്കുന്നത്. വ്യത്യാസമുള്ളത് 6.6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് 6 പ്രോയിൽ വരുന്നത്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ 90.6% ആണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 4300 mAh ബാറ്ററിയെ 30 വാട്ട് ഫ്ലാഷ് ചാർജ് കൊണ്ടിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ടൈപ്പ് സി പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 64 മെഗാ പിക്സൽ AI ക്വാഡ് ക്യാമറയുടെ കൂടെ വരുന്ന 20x സൂം കേപ്പബിലിറ്റിയാണ് 6 പ്രോയെ ഏറ്റവും കൂടുതൽ വേറിട്ട് നിർത്തുന്ന കാര്യം. റിയർ ക്യാമറ സെറ്റപ്പിനകത്ത് f1.8 അപ്പർച്ചറുള്ള 64 മെഗാ പിക്സൽ ക്യാമറ, ദെൻ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, ദെൻ 12 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ്, പിന്നെ ഒരു 2 മെഗാ പിക്സൽ മാക്രോ ലെൻസ്. വീഡിയോ റെക്കോർഡിംഗ് ക്യാപ്പബിലിറ്റീസ് വരുന്നത് UIS മാക്സ് വീഡിയോ സ്റ്റെബിലൈസേഷൻ റിയൽമി 6 പ്രോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമി 6നകത്ത് ഇത് UIS വീഡിയോ സ്റ്റെബിലൈസേഷൻ മാത്രമായിരുന്നു. എന്നാൽ 6 പ്രോയ്ക്കകത്ത് UIS മാക്സ് വീഡിയോ സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. 30 FPS 4K വീഡിയോസും 30ലും 60 FPS 1080p വീഡിയോസും
30 FPS-ലും 60 FPS-ലും 720p വീഡിയോസും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. സെൽഫി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ക്യാമറാസാണ് 6 Pro ഉപയോഗിക്കുന്നത്. സോണി IMX471-ൻ്റെ 16 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുവഴി കുറച്ചുകൂടി വൈഡായിട്ടുള്ള സെൽഫി എടുക്കാനായിട്ട് യൂസേഴ്സിന് ഹെൽപ്പ് ചെയ്യും. ഈ സെൽഫി ക്യാമറയുടെ വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റീസ് വരുന്നത് UIS സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആണ്. 1080p വീഡിയോസ് 30 frames per second-ലും 720p വീഡിയോസ് 30 frames per second-ലും റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഇത് കൂടാതെ ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് വരുന്നത് 120 FPS-നകത്ത് സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ സെൽഫി ക്യാമറയ്ക്ക് സാധിക്കും. ഡ്യുവൽ ഫ്രീക്വൻസി GPS ആണ് Realme 6 Pro ഉപയോഗിക്കുന്നത്. L1, L5 എന്നീ 2 ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്നത് വഴി മറ്റ് ഡിവൈസുകളേക്കാൾ വേഗത്തിലും കൃത്യമായും GPS ലൊക്കേഷനുകൾ കണ്ടെത്താൻ ഈ ഡിവൈസുകൾക്ക് സാധിക്കും. സൂപ്പർ ലീനിയർ സ്പീക്കറുകളാണ് Realme 6 Proയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഡോൾബി അറ്റ്മോസും ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 202 ഗ്രാമാണ് Realme 6 Proയുടെ ഭാരം. ഫ്രണ്ടും ബാക്കും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 കൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിരിക്കുന്നത് Android 10 ആണ്. ഓൺ ടോപ്പ് Realme UI. Realme 6 Pro ഫോണുകളുടെ ഫീച്ചറുകളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മുടെ വീഡിയോകളെല്ലാം നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഈ ഫോണുകളുടെ രണ്ടിൻ്റെയും കമ്പനി അവകാശപ്പെടുന്ന സ്പെസിഫിക്കേഷൻസൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. എന്തൊക്കെയാണ് ഇത് നേരിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഫീലും കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഉപയോഗിച്ച് തന്നെ അറിയാൻ കഴിയുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും Realme ബാൻഡ് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് മീ ഷാറോൺ സൈനിങ് ഓഫ്.